ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനം എവിടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സമാധാനം എവിടെയാണ് നാം അന്വേഷിക്കുന്നത്? സമാധാനം ഉള്ള സ്ഥലത്തോ അതോ അതില്ലാത്ത ഇടങ്ങളിലാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മദ്യപാനിയെ ഓർക്കുന്നു. അവൻ്റെ പേഴ്സ് കാണാതെ പോയി. അവൻ മാർക്കറ്റിൽ നിന്നും യാത്ര തിരിച്ചപ്പോൾ അവൻ്റെ കൈവശമുണ്ടായിരുന്നതായ പേഴ്സ് കാണാനില്ല എന്ന് അവന് മനസ്സിലായത് വഴിവിളക്കിൻ്റെ അടുത്ത് വന്നപ്പോഴാണ്. അവിടെ നിന്ന് വളരെ സൂക്ഷ്മമായി വെളിച്ചമുള്ള സ്ഥലത്ത് പേഴ്സ് അന്വേഷിക്കുകയാണ്. വഴിപോക്കനായ മറ്റൊരാൾ ചോദിച്ചു, പേഴ്സ് ഇവിടെയാണോ കാണാതെ പോയത്? അവൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇവിടെ അല്ല പോയത്. പിന്നെ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു കാണാതെ പോയ സ്ഥലത്ത് വെളിച്ചമില്ലാത്തതിനാൽ ആണ് ഞാൻ ഇവിടെ നോക്കുന്നത് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം സമാധാനം നമുക്ക് ഇല്ലാതെ വന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് നമ്മളാരും അന്വേഷിക്കാതെ സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ വീട്ടിൽ അല്ല എനിക്ക് സമാധാനമില്ലാത്തതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട സ്ഥാനത്ത് നാം ആ മദ്യപാനിയെ പോലെ പേഴ്സ് എവിടെ കാണാതെ പോയോ അവിടെ നോക്കാതെ വെളിച്ചമുള്ളിടത്ത് പേഴ്സ് നോക്കുന്നത് പോലെയാണ് നാം ഓരോരുത്തരും നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നാം ശ്രമിക്കുന്നത് എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. ആദ്യം സമാധാനം ഇല്ലാതെ വന്നതിൻ്റെ മൂല കാരണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിശ്വാസമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ കഴിയുന്നതായ ആ പരിശുദ്ധാത്മാവ് നമ്മെ അത് കാട്ടിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ നിവാരണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ നോക്കാം. ഭാര്യയും ഭർത്താവുമായി, അപ്പനും മകനുമായി, അമ്മയും മകളുമായി, അമ്മായിമ്മയും മരുമകളുമായി, ജ്യേഷ്ഠനും അനിയനുമായി ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനുശേഷം എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാതെ അവർ വഴക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോയതായ ഈ വേദഭാഗം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൊരുൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന നാളിൽ നാം ആദ്യം കൈവെടിയുന്നത് ധൈര്യമാണ്. തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇത് പറയാനുണ്ടായ കാരണം അവർ യേശുവിൻ്റെ അനുയായികളായിരുന്നതിനാലാണ്. അവർ പഴയ ജീവിതം പാടെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരായിരുന്നുവെന്ന് നമുക്ക് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. നാം എങ്ങനെയുള്ളവരാണ്? എല്ലാം മറന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ?
അവൻ്റെ പിന്നാലെ നാം അവൻ്റെ പാതയിലൂടെ യാത്ര തിരിക്കാൻ തയ്യാറാണോ എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കൈവരികയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, സമാധാനത്തിനായി കാംക്ഷിക്കുന്ന ഞങ്ങളെ നിന്റെ വലത്ത് കരങ്ങളാൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സമാധാനം പകരണമേ. പരസ്പരം മനസ്സിലാക്കുവാൻ ഉള്ള ശക്തി, ബുദ്ധി, സംയമനം, ശാന്തത എന്നിവ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന അനന്യാവേ, ആശ്ചര്യാവേ, മീശായേൽ, ദാനിയേൽ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.